ബ്രസീലിന് ശേഷം ഒരുപക്ഷെ അർജന്റീന വീണ്ടും ഒരു തുടർച്ചയായ 2 കപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ള? ഫൈനൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആവശ്യം. അല്ല, ഈ ഫൈനൽ മത്സരം ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തിൽ പറവകൾ പോലും ഈ മത്സരങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത്. അവിടെ മാലാഖമാർ കാണുന്നു എന്നാണ് ഇറ്റാലിയൻ കവി പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം പ്രധാനമാണ് ഈ ഫുട്ബോൾ മത്സരം. ഇന്ന് വളരെ വിപുലമാണ് ഈ മത്സരത്തിൻ്റെ ശൃംഖല. കഴിഞ്ഞ തവണ 32 ടീമായിരുന്നു, ഇപ്പോൾ 48 ടീമാണ്. ആ 48 ടീമുകൾ കൂടി നടത്തിയിരിക്കുന്ന വലിയ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം 2 പ്രധാനപ്പെട്ട ടീമുകൾ മത്സരത്തിൻ്റെ രംഗത്തുള്ളത്. ഒന്ന് അർജൻറ്റീന 2 തവണ ചാമ്പ്യന്മാരായവരാണ്. മറ്റൊന്ന് സ്പെയിനാണ്. സ്പെയിൻ ഒരിക്കലാണ് ചാമ്പ്യന്മാരായത്. ഈ 2 ടീമും തമ്മിലുള്ള മത്സരത്തിൽ ആരായിരിക്കും ജയിക്കും എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആരാധകന്മാർ കൂടുതലുള്ളത് കേരളത്തിൽ അർജൻറ്റീനക്കായിരിക്കും. കാരണം മെസ്സി എന്ന് പറയുന്നൊരു പ്രതിഭയുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോളർ ആരെന്ന് ചോദിച്ചാൽ 2 അഭിപ്രായമില്ല, മെസ്സി തന്നെയാണ്. മെസ്സി അത്രമാത്രം ഫുട്ബോളിനോട് കൂറും താല്പര്യവും കളിയിൽ അദ്ദേഹം കൃത്യമായ നിലപാടുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ മെസ്സിൻ്റെ കളി കാണാൻ ആളുകളെല്ലാം കാത്തിരിക്കുക. അപ്പോൾ ഇപ്പം ഈ മത്സരത്തിൽ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പുള്ള ചോദ്യം ആര് ജയിക്കുമെന്നാണ്. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം പഴയ കാലം പോലല്ല, ഇപ്പം അങ്ങനെ പ്രവചനം ഒന്നും നിലനിൽക്കുന്ന കാലമല്ല. കാരണം കേപ്പ് വെർബെ എന്ന് പറയുന്നൊരു ടീം വന്നിട്ട് അർജൻറ്റീനയോട് കളിച്ചപ്പോൾ പ്രവചനങ്ങളെല്ലാം എവിടെ പോയി എന്ന് നമ്മൾ ആലോചിച്ചതാണ്. പ്രവാചകന്മാർക്കൊരു സ്ഥാനവുമില്ലാത്തൊരു കാലത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഫുട്ബോൾ. കാരണം ഫുട്ബോളിലെ മാറ്റം, ആ മാറ്റം ലോകമാകെ ശ്രദ്ധിക്കുന്ന മാറ്റമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഫൈനലിൽ എത്തിയപ്പം ഫൈനൽ ഏറ്റവും കൂടുതൽ നന്നായി കളിച്ച് ഈ ഫൈനൽ ബർത്തിലെത്തിയിരിക്കുന്നത് ഒന്ന് സ്പെയിനാണ്. ആ സ്പെയിൻ അധികം ഗോളുകൾ വഴങ്ങാത്തൊരു രാജ്യമാണ്. പക്ഷെ അവർ നല്ല ഡിഫൻസാണ്, നല്ല മിഡ്ഫീൽഡാണ്. അവരുടെ കേന്ദ്ര നിയന്ത്രണം എന്ന് പറയുന്നത് യമാൽ എന്ന് പറയുന്ന 19കാരനാണ്. യാമൽ യമാൽ എന്ന് പറയുന്ന ആ 19കാരൻ മെസ്സി നേരത്തെ താലോലിച്ച കുട്ടിയാണ് ഇപ്പം ലോക ഫുട്ബോളിൽ മെസ്സിക്കെതിരായി മത്സരിക്കുന്നത്. അത് രസകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇവർ 2 തമ്മിലുള്ള മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ള ചോദ്യം അതെല്ലാവരും മനസ്സിലുള്ള ചോദ്യമാണ്. അതിൽ എനിക്ക് തോന്നുന്നത് വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവചിക്കുന്നത് അസാധ്യമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ പറ്റിയ ഒരു ടീമാണ് അർജൻറ്റീന. നിങ്ങൾ കണ്ട കഴിഞ്ഞ 2 കളികൾ അർജൻറ്റീന പിന്നോട്ട് നിന്നതിന് ശേഷം തിരിച്ചു വന്ന് അവർ ജയിച്ചു കയറുക. അതിന് കാരണം അതിലെ കളിക്കാർക്ക് മുഴുവൻ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. മെസ്സി ഉണ്ടല്ലോ, അത് ഒരു ടീമിൻ്റെ പ്രധാനം തന്നെയാണ്. പഴയ കാലത്ത് ബ്രസീൽ ജയിച്ചത് പെലെ എന്ന് പറയുന്ന കളിക്കാരൻ്റെ ആവേശത്തിലാണ്. ആ ആവേശം അവർക്കെന്താ, നമ്മൾ പിന്നോട്ട് നിന്നാലും ജയിപ്പിക്കാൻ നമുക്ക് ആളുണ്ടെന്നാണ്, ദൈവം മുമ്പിലുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ ടീമിൻ്റെ കണക്കിൽ മുൻതൂക്കം ഇപ്പം സ്പെയിനിന് കാണുമെങ്കിലും ചെറുപ്പക്കാരാണ്, അവർ പൂർണ്ണ സമയം വിശ്രമമില്ലാതെ കളിക്കുന്നവരാണ്. പാസിൻ്റെ കാര്യത്തിൽ അവരെപ്പോലെ എണ്ണിയിട്ട് യന്ത്രം പോലെയുള്ള പാസ് കൊടുക്കുന്ന മറ്റ് ടീമുകൾ അപൂർവമാണ്. എന്നാൽ കളിയുടെ മർമ്മം അർജൻറ്റീനയുടെ കയ്യിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അവസാന ഘട്ടത്തിൽ അർജൻറ്റീന ജയിച്ചു വന്നേക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം കേരളം ആഗ്രഹിക്കുന്നതാണ്, നമ്മളെ ലോകം തന്നെ ഫുട്ബോൾ ആഗ്രഹിക്കുന്നതാണ് അർജൻറ്റീനയുടെ വിജയമാണ്. കാരണം മെസ്സി എന്ന് പറയുന്ന കളിക്കാരിൽ ഊന്നിയിരിക്കുന്നു. 8 ഗോളുകളുമായി നിൽക്കുക. ലോക ഫുട്ബോളിൽ ഇത്രയധികം ഗോളുകൾ സ്കോർ ചെയ്ത ഒരു മത്സര പരമ്പര ഉണ്ടായിട്ടില്ല. ഇത്തവണ അത്രയേറെ ഗോളാണ്. ഇപ്പം ഇന്നലെ തന്നെ 6-4 10 ഗോളുകളാണ് ഭാഗിച്ചെടുത്തത്. 10 ഗോളുകൾ നമ്മൾ ആലോചിക്കുക, 10 ഗോളുകൾ, അതും 2 പ്രധാനപ്പെട്ട ടീമുകൾ. ഇതൊക്കെ ഫുട്ബോളിൽ നടക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് ഈ മത്സരത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം, 2 തുല്യ ടീമുകളാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും അർജൻറ്റീന ജയിക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിലെ ഈ അധികായൻ, അദ്ദേഹം ഇത്തവണ ലോകകപ്പുമായി വീണ്ടും പോകണമെന്നാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്.
തന്നെയാണ് കേരളത്തിലെ ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ പ്രതീക്ഷ അത് തന്നെയാണ്. അതിനായി കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ മണിക്കൂറുകൾക്ക് ശേഷം ആരായിരിക്കും ലോകകപ്പ് ഉയർത്തുക എന്ന് നമുക്ക് കാണാൻ കഴിയും.